നമ്മുടെ തായ്ലൻഡ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോണത് തായ്ലൻഡിൻ്റെ അല്ലെങ്കിൽ പട്ടായയുടെ തന്നെ കൾച്ചറൽ ക്യാപിറ്റലായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഫോർ റീജിയൻസ് മാർക്കറ്റ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു കൾച്ചറൽ വില്ലേജ് ആയിട്ട് അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന്. അതിന് കാരണം തന്നെ ഈ വില്ലേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് തായ്ലൻഡിൻ്റെ തന്നെ എല്ലാ റീജിയൻസും, തായ്ലൻഡിൽ മെയിനായിട്ടും 4 റീജിയൻസ് ആണുള്ളത് കേട്ടോ. അപ്പം ആക്ച്വലി ഈ 4 റീജിയൻസിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള അവിടുത്തെ ഓരോ വാസ്തുവിദ്യകളും അതേപോലെ തന്നെ അവിടുത്തെ ഫുഡും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ തായ്ലൻഡിലെ 4 മെയിനായിട്ടുള്ള റീജിയൻസാണ് അവിടുത്തെ നോർത്ത് റീജിയൻ, നോർത്ത് ഈസ്റ്റ് റീജിയൻ, സെൻട്രൽ റീജിയൻ, സൗത്ത് റീജിയൻ. അപ്പോൾ ഈ 4 റീജിയൻസിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ധാരാളം ഹാൻഡിക്രാഫ്റ്റുകളും അവിടുത്തെ കൾച്ചറുകളും ഫുഡും കലാപരമായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു കൾച്ചറൽ വില്ലേജ് എന്ന് ഇതിന് പേര് വരാൻ തന്നെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് എറൗണ്ട് ഒരു 3 മണി കഴിഞ്ഞാണ്. അപ്പം തായ്ലൻഡിൽ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. രാവിലെ ഒരു 12 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷമോ ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും ബെറ്റർ. കാരണം നല്ല രീതിയിലുള്ള ചൂട് ഈ പറഞ്ഞ പട്ടായയിലും ബാങ്കോക്കിലും ഉണ്ട്. അപ്പോൾ ഈ ഉച്ച സമയത്ത് ഈ വെയിലുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു ടൈമിങ് വരുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെയാണ്. ഇതിന് എൻട്രി ഫീസ് വരുന്നത് ഫോറിൻ ടൂറിസ്റ്റിന് വരുന്നത് 200 to 300 തായ് ബാത്തൊക്കെ ഇതിന് ചാർജ് വരും. അതേപോലെ തന്നെ നമുക്കിവിടെ ഇവരുടേതായിട്ടുള്ള കൾച്ചറൽ ഇവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സോ അതിന് അഡീഷണലായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതും ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഇതിവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ടെന്നുള്ളത്. അതായത് ഇതൊരു റിവറിൻ്റെ സൈഡിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പം വെള്ളത്തിലാണ് ഈ ഇരിക്കുന്ന ഓരോ ഷോപ്പും തടികളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നമുക്ക് നടന്നു പോകാനുള്ള പാസേജസും കാര്യങ്ങളും എല്ലാം തടികളാൽ തന്നെ തായ്ലൻഡിൻ്റേതായിട്ടുള്ള ആ ഒരു വാസ്തുവിദ്യ ഉപയോഗിച്ച് അവരുടെ ട്രഡീഷൻസ് ഉപയോഗിച്ച് അവർ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് നടന്നു വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാം. അതേപോലെ തന്നെ ഇങ്ങനെ ബോട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ 2 തരം ബോട്ട് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു പാക്കേജ് എടുത്ത് ടൂർ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ വലിയൊരു ബോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ 2-3 ആളുകളായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിന് പകരം കുഞ്ഞു ബോട്ടുകളുണ്ട്. അങ്ങനെയുള്ള ബോട്ടുകളിൽ കയറി വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തൂടെ നമുക്ക് ഈ പാസേജുകളിലൂടെ, ഇപ്പം കുഞ്ഞു ബോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ നാരോ ആയിട്ടുള്ള ഏരിയാസിലൂടെയും പോകാം. അപ്പം നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു വലിയ ബോട്ടാണ് എടുത്തു തന്നത്. അതേസമയം നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടുകളിനകത്ത് യാത്ര ചെയ്യാം. പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻഡിവിജ്വലി ഉള്ള അങ്ങനെ കുഞ്ഞു ബോട്ടുകളിൽ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഇവിടെ ഒത്തിരി നേരം നിൽക്കേണ്ടതായിട്ട് വരും. ആദ്യമേ നിങ്ങൾ എൻട്രൻസിൻ്റെ സമയത്ത് കണ്ടായിരുന്നല്ലോ, നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചെറിയ ബോട്ടിൽ 4 അല്ലെങ്കിൽ 5 പേര് കയറി അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നോക്കിയാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് അനാവശ്യമായിട്ട് സമയം പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ വലിയ ബോട്ടിൽ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ബോട്ടിൽ പോയാൽ നമ്മളിതിൻ്റെ മെയിൻ പ്ലേസിലൂടെ ആയിരിക്കും പോകുന്നത്. ചെറിയ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉള്ളിലേക്കുള്ള ഏരിയകളിലേക്ക് കയറും, തീരെ ഇടുങ്ങിയ പാതകളിലൂടെ പോകും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നമ്മുടെ ഈ ബോട്ടിൽ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഈ വള്ളങ്ങൾ എന്ന് പറയുന്നത് പോലെ കുഞ്ഞ് വള്ളങ്ങളുണ്ടല്ലോ, അതേപോലെ ഇവരൊരു കുഞ്ഞ് ബോട്ടിൽ ഇവരുടേതായിട്ടുള്ള തനത് ഇവർ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന ഓരോ പ്രോഡക്ട്സ്, അതേപോലെ തന്നെ ഇവരുടെ തനതായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ നമ്മുടെ അടുത്തൂടെ സെല്ല് ചെയ്യാനായിട്ട് വരും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എന്ത് വാങ്ങണമെന്ന് പറഞ്ഞാലും നമ്മളവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി എന്തെങ്കിലും എടുക്കുക എന്നുള്ളത് നമ്മൾക്കെല്ലാം ഇഷ്ടമുള്ള കാര്യമല്ലേ. സോ അപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. കോസ്റ്റ്ലി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും കയ്യിൽ കുറച്ച് ക്യാഷ് കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ലോക്കലി ഉള്ള വെൻഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പലപ്പോഴും അവരുടെ കയ്യിൽ അവർ കാർഡ് എടുക്കത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് തായ് ബാത്ത് കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളിവിടെ വന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത്. അതേസമയം നിങ്ങൾ കാർഡായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരും. ചില ഷോപ്പുകളിൽ കാർഡ് എടുക്കും, പക്ഷേ എല്ലായിടത്തും കാർഡ് എടുക്കത്തില്ല എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് പോരുക.
ഇവിടെ വരുമ്പോൾ നമുക്ക് കൗതുകം തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളതെന്ന് നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസം പട്ടായയിൽ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കേരളം എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഇവിടെ ചെയ്തിരിക്കുന്നതും ഇതിനപ്പുറവും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അതിനൊന്നും ആർക്കും താല്പര്യമില്ല. എല്ലാവരും ഇങ്ങനെ എന്തിനോ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. നാടിന് നല്ലതും അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്ക് നല്ലതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പുതുമയുള്ളൊരു കാര്യം കൊണ്ടുവന്നാൽ അതിനെതിരെ കൊടി പിടിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കാനും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനുമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് താല്പര്യം. സോ അത് ആക്ച്വലി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എത്രയെത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു നാടാണ് നമ്മുടെ നാട്ടിൽ. ആ നാട്ടിലാണ് ഒരു ദിശാബോധവും ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചു കൂട്ടി. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നമ്മുടെ നാട്ടിൽ ഒത്തിരി നാളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണത്. സോ ഇതിനൊക്കെ എന്ന് മാറ്റം വരുമെന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചു പോയിട്ടുള്ള കുറേ ദിവസങ്ങളായിരുന്നു തായ്ലൻഡിലും പട്ടായയിലും ഞാൻ സ്പെൻഡ് ചെയ്ത ദിവസങ്ങൾ. ഇവിടെ കാണുന്ന ഈ ഓരോ ഷോപ്പുകളും തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണെന്നും അത് വെള്ളത്തിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഈ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം നിൽക്കുന്നത് വെള്ളത്തിൻ്റെ പുറത്താണ്, അതേപോലെ തന്നെ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള. അപ്പം അത് എത്രത്തോളം സ്ട്രെങ്ത് ആയിട്ട് ഇത്രയും ഒരു വലിയ ഏരിയ മൊത്തം ഇങ്ങനെ തടിയിൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര അവസരങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര ആളുകൾക്കാണ് തൊഴിൽ സാധ്യതകൾ. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഈ ഒരാളുടെ അടുത്ത്, ഈ ഒരു പുള്ളിക്കാരിയുടെ അടുത്ത് വന്നതാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, എന്നാൽ പോലും തായ്ലൻഡിൽ വന്നതിൻ്റെ ഒരു മെമ്മറി അല്ലേ, അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാനും എന്തെങ്കിലും ഒരു സുവനീർ വാങ്ങണമെന്നുമുള്ള രീതിയിൽ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടുന്ന് സുവനീഴ്സും അതേപോലെ തന്നെ 1-2 ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസും ഡ്രസ്സും ഒക്കെ വാങ്ങിയിരുന്നു. നിങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലേസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനുള്ള, എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നല്ല നല്ല ഫ്രെയിംസ് കിട്ടാൻ പറ്റുന്ന, നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോക്കൽ ഫുഡ് ആസ്വദിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തായ്ലൻഡിലെ ലോക്കലായിട്ടുള്ള ഫുഡ്സ് ഐറ്റംസ്. അതേപോലെ തന്നെ മുതലയിറച്ചി തിന്നുന്ന ആളുകളാണ് തായ്ലൻഡിലുള്ള ആളുകളെന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ തേള്, വണ്ട്, പുഴു, ഇങ്ങനെയുള്ള പല ഫുഡ് ഐറ്റംസും, ഇവർ കഴിക്കുന്ന പല ഫുഡ് ഐറ്റംസും നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എൻജോയ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഞാനിവിടെ വന്ന സമയത്ത് ഈ ഒരു ഷോപ്പിൽ തേളിനെ അവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ തന്നെ അങ്ങനെയുള്ള പല പ്രാണികളെയും. ആക്ച്വലി ഞാനിതൊന്നും ട്രൈ ചെയ്തില്ല, എന്നെക്കൊണ്ട് ഈവൻ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. സോ അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ ഇതിനൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ആ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ എവിടെ നോക്കിയാലും നല്ല ഫ്രെയിംസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, തായ്ലൻഡിൽ മാത്രം കിട്ടുന്ന ചില അവർ തന്നെ നിർമ്മിച്ചു കൊണ്ടിരുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് ഓർത്താൽ മാത്രം മതി. പക്ഷേ എന്നിരുന്നാൽ പോലും സ്റ്റിൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വരുന്ന, അല്ലെങ്കിൽ വളരെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു തവണയൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കാം, നമ്മൾ മറ്റൊരു രാജ്യത്തേക്കായിരിക്കും ഇനി പോകുന്നത്. പക്ഷേ അപ്പം അവിടുന്ന് നമുക്ക് അവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെയുള്ളത് ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ അങ്ങനെ അവിടുന്ന് നടന്ന് കുറച്ചിങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ്, ജ്യൂസ്, ഐസ്ക്രീംസ് ഒക്കെ സെല്ല് ചെയ്യുന്ന ഏരിയയിലേക്ക് വന്നു. സോ അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സും ഐസ്ക്രീംസും ഒക്കെ എൻജോയ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇതിനെ നമ്മൾ ശരിക്കും സീ ബോക്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൾച്ചറൽ ഇവൻറ്റ്സ് ഒത്തിരി നടക്കുന്ന ഒരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ തന്നെ തായ്ലൻഡിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള പല ഫെസ്റ്റിവൽസും, അതേപോലെ തന്നെ അവരുടെ തായ് ഡാൻസസും, അതേപോലെ തന്നെ ഈ സീ ബോക്സിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നൊരു സ്ഥലമാണ്. ആക്ച്വലി ഞാൻ കുറച്ച് നേരം ഇത് നോക്കി നിന്നു ഇവിടെ. അപ്പോൾ ഇതിന് പുറകിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണോ യൂട്യൂബിലാണോ ഐഷോ സ്പീഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ് ആൾ ഇവിടെ വന്ന് ഈ സീ ബോക്സിങ്ങിൽ പങ്കെടുത്തതിൻ്റെ ഒരു ചെറിയ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നത് കണ്ടു. ആക്ച്വലി അപ്പോഴും അത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ശ്രദ്ധിച്ച് ഇവിടെ നിന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ വന്ന സമയത്ത് ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം അവർ പതുക്കെ ഈ ഒരു ഫൈറ്റിങ് തുടങ്ങി. അതിങ്ങനെ കുറേ നേരം ഞാനത് നോക്കി നിന്നു. അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അതിരുന്ന് കാണാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ
ഈ ഒരു വിനോദം, ഈ ഒരു പർട്ടിക്കുലർ സ്പോർട്സ് സീ ബോക്സിങ് കണ്ടുകൊണ്ട് ഇവിടെ എത്ര ആളുകളാണ് നിൽക്കുന്നതെന്ന്. അപ്പം ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള ഒത്തിരി എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. ഇനി നിങ്ങൾ കറക്റ്റ് ടൈമൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈവൻ ഇത് മാത്രമല്ല, ഇവിടെയുള്ള തായ് ഡാൻസും അതേപോലെ തന്നെ മസ്റ്റ് വാച്ചായിട്ടുള്ള പല തായ്ലൻഡിൻ്റെ തന്നെ പലതരത്തിലുള്ള കലാരൂപങ്ങളും ഇങ്ങനെയുള്ള ഇവൻറ്റ്സും പെർഫോമൻസും എല്ലാം കാണാനുള്ള അവസരം ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന സീ ബോക്സിങ്ങിൻ്റെ തന്നെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് അങ്ങനെയുള്ള കൾച്ചറൽ ഈവൻറ്റ്സ് നടക്കുമ്പം അത് കാണാനായിട്ട് ഇരുന്ന് കാണാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം ആക്ച്വലി ഈ സീ ബോക്സിങ് കണ്ട് ഇവിടെ നിന്ന് കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമുക്കിവിടെ അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം 2 മണിക്കൂറോളമായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലൂടെയും നമുക്ക് പോയി എത്തണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ ബെഞ്ചുകളിലും വൈകിട്ട് ഇവിടെയുള്ള കൾച്ചറൽ ഷോസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങൾ തരുന്ന സ്ഥലം, അതേപോലെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാം, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസിനും വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് കൾച്ചറൽ ഷോസ് ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ചെറിയ ബോട്ടുകൾ ചൂസ് ചെയ്ത് പോകുന്ന ആളുകൾ ഇപ്പോൾ ഈ കണ്ട പോലെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിനുശേഷം നമ്മളിങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേനും ഓരോ ചിത്രപ്പണികളും കാര്യങ്ങളും അതെന്തോ അങ്ങനെ എന്തോ ആണ്. ആക്ച്വലി എനിക്കറിയത്തില്ല, എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അങ്ങനെ എന്തോ പണം സെല്ല് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ വീണ്ടും കുറച്ചുകൂടെ മുൻപോട്ട് വന്ന സമയത്ത് ഇവിടെ ഇവർ തായ്ലൻഡിൻ്റെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തരുന്ന സ്ഥലമെത്തി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആക്ച്വലി ഞങ്ങൾക്കൊരു ജ്യൂസ് കുടിക്കണമെന്ന് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവിടെ എല്ലാ കാര്യത്തിനും 50 ബാത്താണ്. അത് മാംഗോ ജ്യൂസ് ആവട്ടെ, കോക്കനട്ട് ജ്യൂസ് ആവട്ടെ, വാട്ടർമെലൺ ആവട്ടെ, അത് ഇങ്ങനെയുള്ള എന്തെടുത്താലും നമുക്ക് 50 ബാത്താണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഐസ്ക്രീംസ് കിട്ടും, അതേപോലെ തന്നെ ഷേക്സ് വേണമെങ്കിൽ അത് കിട്ടും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നൊരു മാംഗോയുടെ 2 ജ്യൂസ് വാങ്ങി. സോ അതിനുശേഷം ഞങ്ങളത് കഴിക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ഇതിനുള്ളിലേക്ക് പോന്നു. കുറേ നേരം നടന്നതുകൊണ്ടും അത്യാവശ്യം വെയിലുണ്ടായിരുന്നതുകൊണ്ടും നല്ല ക്ഷീണമുണ്ടായിരുന്നു. സോ അങ്ങനെ ആ ജ്യൂസ് കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നടന്ന് എൻട്രൻസിൽ വന്നു. അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ കയറി ഞങ്ങൾ യാത്ര തുടരുവാണ്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. സോ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്നു. അത്യാവശ്യം ഒന്ന് ഫ്രഷപ്പായി കാര്യങ്ങളായി. വൈകിട്ട് പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ഒന്ന് സ്ട്രീറ്റ് എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് ശരിക്കും സ്ട്രീറ്റ് അല്ല, ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ മുന്നേ കാണുന്നത് പട്ടായയിലെ ഒരു കോടതിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് നമുക്ക് പട്ടായയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള പാർക്കുണ്ട്. സോ ആ പാർക്ക് ഇവിടുത്തെ കുറച്ച് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പകൽ നമുക്ക് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ പോകാം. അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു വന്ന സമയത്ത് ഞങ്ങൾ കണ്ട ഒരു റെസ്റ്റോറൻറ്റാണ് ദ ബാരൽ ഹൗസ് എന്ന് പറഞ്ഞ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിയറൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അതൊക്കെ പർച്ചേസ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് പട്ടായയിൽ എവിടെ യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന പോലെ ടുക്ക് എന്ന് പറഞ്ഞ് അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ടുക്ക് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയോട് സിമിലറാണ്. 10 രൂപ നമ്മൾ നാട്ടിൽ കൊടുത്ത് ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുന്നൊരു കാലമില്ലായിരുന്നോ, അതേപോലെ തന്നെ ഇവിടെ ഒരു 10 ബാത്തൊക്കെ കൊടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള ടുക്കുകളിൽ യാത്ര ചെയ്യാം. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നമുക്ക് പട്ടായയിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസും ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം കേട്ടോ. സോ നമുക്ക് കൂടുതൽ തായ്ലൻഡ് വിശേഷങ്ങൾ വരുന്ന വീഡിയോസിൽ കാണാം. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.